വയനാട്ടിൽ കടുവ ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു. പുലിപ്പള്ളി ദേവർഗദ്ദ വണ്ടിക്കടവിലാണ് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ കടുവയ്ക്കിരയായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പലയിടത്തായി കടുവകളുടെ സാന്നിധ്യമുണ്ട്. പ്രജനന കാലമായതിനാൽ വനം വകുപ്പിനും നാട്ടുകാർക്കും ഒരുപോലെ ആശങ്ക ഏറുകയാണ്. പനമരം പച്ചിലക്കാട് ജനവാസ കേന്ദ്രത്തിൽ കടുവയിറങ്ങിയത് കഴിഞ്ഞ ദിവസം. ചീയമ്പത്ത് കടുവ ഒരു പോത്തിനെ കൊന്നു. ദേവർഗദ്ദയിൽ ഒരു മനുഷ്യനാണ് കടുവയ്ക്ക് ഇരയായത്. ദേവർഗദ്ദയിലെ കൂമൻ എന്ന മാസ്തിമാരൻ 70 വയസ്സായിരുന്നു പ്രായം. ഇന്നലെ കടുവ കൊലപ്പെടുത്തി. സഹോദരിക്കൊപ്പം വിറക് ശേഖരിക്കാനായി പോയതായിരുന്നു. പുഴയ്ക്കക്കരെ വനമാണ്. വിറക് കെട്ടാനായി വള്ളി വെട്ടാൻ കയറിയതാണ്. കടുവ വലിച്ചിഴച്ച് കൊണ്ടുപോയത് 3/4 കിലോമീറ്ററോളം ദൂരം. മൃതദേഹം കിട്ടിയത് ഒരു കൊല്ലിയിൽ നിന്നാണ്. കാട്ടുനായ്ക്ക വിഭാഗത്തിലാണ് ഇദ്ദേഹം. വനവിഭവങ്ങൾ ശേഖരിക്കുക എന്നത് ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. മാരന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ ബന്ധുക്കളെ കണക്കിലെടുത്തില്ല എന്നാണ് ഒന്നാമത്തെ ആരോപണം. സംഭവമുണ്ടായിട്ടും കലക്ടർ നേരിട്ടെത്തിയില്ല എന്ന വിമർശനവും ഉയർന്നു. ഞങ്ങൾക്കിപ്പോൾ ഒരു ജീവൻ പോയിട്ട് ഇവരിങ്ങനെ കാണിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ജീവന് പട്ടിയുടെ വില പോലും നൽകണ്ടല്ലോ ഇന്നലെ അവരെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ സ്വന്തം മോനോടെങ്കിലും പറയണമായിരുന്നു. ഒരാളെ പോലും കൊണ്ടുപോയിട്ടില്ല പോയ ആൾക്കാരിൽ. അച്ഛനും പെൻഷൻ കിട്ടുന്നതിനാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. ശ്വാസം മുട്ടലും ചുമവായിട്ട് 2 ദിവസം പണിക്ക് പോയി 10 ദിവസം മരുന്ന് നടക്കണം. ഇപ്പം അച്ഛനില്ലാണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഒരു വഴിയിലുണ്ടായി. ADM സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തി. ധനസഹായത്തിന്റെ ആദ്യ ഗഡു 6 ലക്ഷം രൂപ വേഗത്തിൽ കൈമാറും. കൂമന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാൻ സർക്കാരിന് ശുപാർശ ചെയ്യും. കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. കലക്ടർ സാർ ഇന്ന് വരില്ല, ഇന്ന് കാണണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് കലക്ടർ സാർ നേരിട്ട് വന്ന് വീട് സന്ദർശിക്കുമെന്ന് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് സത്യപ്രതിജ്ഞ നടക്കുന്നതിനാലാണ് കലക്ടർക്ക് എത്താൻ കഴിയാത്തത്. 2 ദിവസത്തിനകം ഉന്നതിയിലെത്തുമെന്ന് ഉറപ്പു നൽകി. മാരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്തുള്ള ചീയമ്പത്ത് കടുവ പോത്തിനെ ആക്രമിച്ചു കൊന്നത്. പനമരം പച്ചിലക്കാട് മേഖലയിൽ കടുവ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് അധിക ദിവസമായിട്ടില്ല. പ്രജനനകാലം ആയതിനാൽ വനയോര മേഖലയിൽ താമസിക്കുന്നവർക്ക് വനം വകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പലതരത്തിലും കടുവകൾ നാടിറങ്ങാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ തന്നെ വനം വകുപ്പും ഒരുപോലെ ആശങ്കയിലാണ്. ദേവർഗദ്ദയിലെ കടുവ ആശങ്കയായി തന്നെ തുടരുകയാണ്. പ്രദേശത്ത് വനം വകുപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കടുവയെ പിടികൂടി ആശങ്കയകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.